മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്ന കേരള കർണാടക അതിർത്തിയിലുണ്ട്. കേരളത്തിൽ നിന്ന് 100 മീറ്റർ ദൂരത്ത് ഇപ്പോൾ മത്താലക്കുന്ന് ഭാഗത്താണ് ആനയുള്ളത്. നാഗർകോള വനമേഖലയുടെ ഭാഗമാണ് ഈ പ്രദേശം. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം വനത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, പറയൂ വിശദാംശങ്ങൾ. അരുൺ പാറയ്ക്കൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഒടുവിലത്തെ സിഗ്നൽ പ്രകാരം ആന നാഗർഹോള വനമേഖലയോട് ചേർന്നുള്ള ഭാഗത്താണ്. കേരള കർണാടക അതിർത്തിയാണ്. മസാലക്കുന്ന് എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. 100 മീറ്റർ അകലെ, അതായത് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് 100 മീറ്റർ അകലെയാണ്. കേൾക്കാം. ആന ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കുള്ള 100 മീറ്റർ അകലെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാവലി ചെക്ക് പോസ്റ്റിലാണ്. ബാവലി ചെക്ക് പോസ്റ്റ് കേരള കർണാടക അതിർത്തിയാണ്. ഇതിന് തൊട്ടപ്പുറത്ത് കാളിന്തി പാപനാശിനി പുഴയുണ്ട്. ആ വനത്തിലാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലുള്ള ആ വനത്തിലാണ് ആന ഇപ്പോഴുള്ളതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. കേവലം ഏകദേശം കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് 100 മീറ്റർ ദൂരമാണ്, വനാതിർത്തിയാണ്. 100 മീറ്റർ ദൂരത്താണ് ആന നിൽക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആന എപ്പോൾ വേണമെങ്കിലും കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെയോടെ 4 മണിക്ക് നമുക്ക് ലഭിച്ച സിഗ്നൽ പ്രകാരം ആന ബാവലി കാട്ടിലായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ 8 മണിയോടുകൂടി ആന ഈ കർണാടക അതിർത്തിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം കാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആന നിൽക്കുന്നത് അനുയോജ്യമായ ഭൂപ്രകൃതിയിലാണെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഈ അടിക്കാടുകളും അതുപോലെ തന്നെ അനുയോജ്യമല്ലാത്ത ഭൂപ്രകൃതിയുമാണ് ഏറ്റവും അധികം ഈ ഒരു ദൗത്യത്തെ ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസമായി വനം വകുപ്പ് ഈ ആനയുടെ ബേലൂർ മഗ്നയുടെ പുറകിൽ തന്നെയാണുള്ളത്. ഇതുവരെയും ആ ആനയുടെ അടുത്തേക്ക് എത്താൻ, അതായത് മയക്കുവെടി വെക്കാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ വനംവകുപ്പിന് സാധിക്കാത്ത ആ ഭൂപ്രകൃതിയും ആന ഈ മയക്കുവെടിയും അതുപോലെ തന്നെ കുങ്കിയാനകളുടെ സാമീപ്യവും അടുത്തറിയുമ്പോൾ, അതായത് മണത്തറിയുമ്പോൾ ഈ ആന അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് മാറുന്ന ഒരു സാഹചര്യവുമാണ്. എന്തായാലും ഇന്നെങ്കിലും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം വനം വകുപ്പിനുണ്ട്. ഈ ആനപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ്, അതായത് കേരളത്തിൽ നിന്ന് 100 മീറ്റർ അകലെ മാത്രമാണ് ദൂരമുള്ളത്. ആന തിരിച്ച് കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ന് മയക്കുവെടി ഉണ്ടാകും. ഓക്കെ, താങ്ക് യു അരുൺ പാറയ്ക്കൽ.